വോട്ടെടുപ്പ് കഴിഞ്ഞു. എന്താണ് CPIയുടെ ഒരു പ്രതീക്ഷ? CPI പ്രതീക്ഷ വളരെ പോസിറ്റീവാണ്. CPI മാത്രമല്ല LDF ആകെ തന്നെ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഫലം കാത്തിരിക്കുന്നത്. വിശദമായൊരു പഠനത്തിന് വേണ്ടിയുള്ള കമ്മിറ്റി കൂടാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾ LDFിൻ്റെ മൂന്നാം കൂടെ ഉറപ്പാക്കും. ഉണ്ടായ ആ ചോദ്യം സാങ്കല്പികമാണല്ലോ. ഉണ്ടാകും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതൊക്കെ പഴയ കണക്കാണ്. പെർസെൻറ്റേജ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി UDF ജയിക്കും. അതൊക്കെ പഴയ കണക്കാണ്. ആ കാലമൊക്കെ പോയി. ഈ വർധനവിൻ്റെ കാരണം ഒന്ന് SIR ആണ്, രണ്ട് സ്ത്രീ മുന്നേറ്റമാണ്. സ്ത്രീകൾ ഭൂരിപക്ഷം പേരും LDF ഭാഗത്തായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ല, UDF അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. UDF നമുക്കറിയാം. LDF മത്സരിച്ചത് ഒരു മാനിഫെസ്റ്റോയിൽ നിർത്തിയാണ്. ആ മാനിഫെസ്റ്റോയാണ് LDFിൻ്റെ അടിസ്ഥാനം. ഇല്ലേ? ഇല്ല, LDFിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. LDFിന് അത്തരം ആരുമായും ചങ്ങാത്തമില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവുകയുമില്ല. ഈ CPM-ഉം CPI-യും പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണഗതിയിൽ ഒരു മതവർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ടതില്ല എന്ന നിലപാട് കാലങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പ്രതിപക്ഷ നേതാവ് പറയുന്നു SDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ താങ്കളടക്കമുള്ള CPIയുടെ CPM-ന്റെ നേതാക്കളോട് ആവർത്തിച്ച് മാധ്യമങ്ങളും മറ്റും ചോദിച്ചിട്ടും ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊരു സ്റ്റാൻഡ് പറയാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? SDPI വോട്ട് വേണമെന്ന് ഞങ്ങൾ ആരും എവിടെയും പറഞ്ഞിട്ടില്ല. CPI പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യന്റെ വോട്ടാണെന്നാണ്. ഇതിപ്പോഴും പറയുന്നു. ഞങ്ങൾക്ക് വർഗീയ ഭ്രാന്തിന്റെ വോട്ട് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ നിലപാട്. ഈ കുംഭമേളയിൽ പങ്കെടുത്ത പെൺകുട്ടിയുടെ കല്യാണം നടത്തിയതെന്നൊക്കെ പറഞ്ഞു കേസ് പരീക്ഷിച്ചിരിക്കുകയാണ്. CPM നേതാക്കളെല്ലാം കൂടിയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും കേരള സ്റ്റോറി തന്നെയാണ്. അല്ല, ആരും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അന്ന് കിട്ടിയവരെ വെച്ച് ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആധാർ കാർഡ് നോക്കി ആ പെൺകുട്ടി പറഞ്ഞു അങ്ങനെ ചെയ്തു. താങ്കൾ ചിരിക്കണെന്തിനാ? ചിരി എന്തിനാണ് അതിന്? ചിരി എന്തിനാണ്? ചിരിക്കല്ല, നമ്മൾ തമാശ പറയുന്നില്ല. നമ്മൾ ഗൗരവമായിട്ട് രാഷ്ട്രീയം പറയുമ്പോൾ ചിരിക്കരുത്. നമ്മൾ രാഷ്ട്രീയ ഗൗരവം പറയുമ്പോൾ താനെന്തോ ഒരു വലിയ പോയിന്റ് പറയുന്നത് ചിരിക്കരുത്. അത് വളരെ ഒരു പ്രായക്കുറവിൻ്റെ ലക്ഷണമാണത്. കാര്യം ചോദിച്ചാൽ മതി. അതെനിക്കറിയില്ല. അതല്ലേ? എങ്ങനെ? അല്ല, അന്നത്തെ ലക്ഷ്യമൊത്ത വിവരം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അടിസ്ഥാനം ആധാർ കാർഡായിരുന്നു. ഇപ്പോൾ വേറെ വിവരം ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കട്ടെ. ഇതിൻ്റെ എല്ലാം പുറകിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരാശയം ഉണ്ടല്ലോ, നിലപാടുണ്ടല്ലോ. നിങ്ങളത് മറന്നു പോകുന്നു, നിങ്ങളത് മറക്കുന്നില്ല. ഈ BJP വലിയ രീതിയിൽ പണം എല്ലാ മണ്ഡലങ്ങളും ഒഴുക്കിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണിയുടെ വിജയത്തെ ബാധിക്കുമോ? എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും BJP എന്ന് പറഞ്ഞാൽ കള്ളപ്പണത്തിന് കുത്തൊഴുക്കുന്ന അർത്ഥം. കോർപ്പറേറ്റ് തമ്പുരാക്കന്മാർ തുറന്നു വെച്ച് മടിച്ചിലേനായിട്ട് ഇന്ത്യയിലെമ്പാടും BJP എല്ലായ്പ്പോഴും വരുന്നത് കള്ളപ്പണമായിട്ടാണ്. ഇവിടെയും അതായത് മാറ്റമൊന്നുമില്ല. നിയമത്തെ തിരുവനന്തപുരത്ത് ബാധിക്കുമോ? എല്ലാ പ്രാവശ്യവും BJP ചെയ്യുന്ന കാര്യം ഇപ്പോഴും ചെയ്തു. മുമ്പൊന്നും പതിക്കപ്പോയി ഇപ്പോൾ പതിക്കാൻ പോകുന്നില്ല. ശരി, 25-ൽ 15 എന്ന നല്ലൊരു 17 എന്ന നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് നിലവിൽ ക്രീസിലുള്ളത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവോ? അത് കൂടിക്കൂടാകില്ല. എന്തുകൊണ്ട് കൂടിക്കൂടാ? അതായത് കൂടും. എന്തുകൊണ്ട് കൂടിക്കൂടാ? ഒന്ന് എണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ. നോക്കാം.